യഥാർത്ഥത്തിൽ ഭഗവത്ഗീത അർജുനൻ 1-ാം അധ്യായത്തിൽ കുറേ ചോദ്യങ്ങളും ചോദിച്ച് വിഷണ്ണനായി കയ്യിലുണ്ടായിരുന്ന വില്ലിനെ, അമ്പോടുകൂടിയ വില്ലിനെ വലിച്ചെറിഞ്ഞ് തേർത്തടത്തിലിരിക്കുമ്പോൾ 2 ശ്ലോകത്തിൽ ഭഗവാൻ തീർത്തു. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വയി ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത്വാ ഉത്തിഷ്ഠ പരന്തപ. വീണ്ടും അർജുനൻ സംശയാലുവായി 4, 5, 6, 7, 8, 9, 10 എത്ര ശ്ലോകമായി? 7 ശ്ലോകങ്ങളായി. ആ 7 ശ്ലോകങ്ങളിൽ വീണ്ടും സംശയാലുവായി നിൽക്കുന്നത് കണ്ട് ഭഗവാൻ തൻ്റെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾക്ക് ഭാഷ്യം ചമച്ചു. 11-ാം ശ്ലോകം മുതൽ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന 72-ാമത്തെ ശ്ലോകം വരെ ഭഗവാൻ ഭാഷ്യം ചമച്ചു. കുതസ്ത്വാ കശ്മലമിതം എന്നും ക്ലൈബ്യം മാസ്മഗമ എന്നുമുള്ള 2 ശ്ലോകങ്ങൾക്കുള്ള ഭഗവാന്റെ തന്നെ നേരിട്ടുള്ള ഗീതാഭാഷ്യമാണ് നമ്മൾ ഈ കേട്ട സ്ഥിതപ്രജ്ഞ ലക്ഷണം ഉൾപ്പെടെ. സാഖ്യ സന്ദർഭവും സ്ഥിതപ്രജ്ഞ ലക്ഷണവും എന്ന 2 ഭാഗങ്ങൾ അടങ്ങുന്ന 11 മുതൽ 72 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനന്റെ ചോദ്യങ്ങൾ മാറ്റി ബാക്കിയുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ആദ്യം നൽകിയ 2 ശ്ലോകങ്ങളുടെ ഭാഷ്യ വിവരണമാണ്. ഇത് തീർന്നു കഴിഞ്ഞ് ആദ്യത്തെ 2 ശ്ലോകം നന്നായി പഠിച്ചാൽ ഗീത മുഴുവൻ മനസ്സിലാവും. അതില്ലാത്തവർക്ക് ഭഗവാന്റെ ഈ ഭാഷ്യം പഠിച്ചാൽ മനസ്സിലാവും. ഈ ഭാഷ്യവും മനസ്സിലായില്ലെങ്കിൽ ഭഗവാൻ അർജുനൻ വീണ്ടും ചോദിക്കുമ്പോൾ വാർത്തികം എഴുതി. അതാണ് 3 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ. അതിൽ നിന്ന് മനസ്സിലായില്ലെങ്കിൽ മറ്റുള്ളതൊന്നും പഠിച്ചാൽ മനസ്സിലാവില്ല. വീണ്ടും വീണ്ടും പഠിക്കാവുന്നേ ഉള്ളൂ. ഭഗവാന്റെ തന്നെ സൂത്രവാക്യം, അത് 2 ശ്ലോകങ്ങൾ. ഭഗവത് സൂത്രം, ഭഗവത്ഗീത സൂത്രരൂപത്തിൽ 2 ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ട് അതിന് 11 മുതൽ 72 വരെ അർജുനന്റെ ശ്ലോകങ്ങൾ ഒഴിവാക്കി ബാക്കി ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ നൽകിയ ഭാഷ്യവും, 3-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ ഭഗവാൻ നൽകിയ വാർത്തികവും, പിന്നെ അനന്തകോടി ആചാര്യന്മാർ എഴുതിയ ഗീതാ വ്യാഖ്യാനങ്ങളും ഇന്നുണ്ട്. ഭഗവാൻ ഭഗവത് വചനത്തിലൂടെ പറഞ്ഞത്, അർജുന, യാതൊരുവനാണോ സ്ഥിതപ്രജ്ഞാവസ്ഥയെ പ്രാപിച്ചിട്ട് മോഹിക്കാതിരിക്കുന്നത്, അല്ലയോ അർജുന, ബ്രഹ്മജ്ഞാനത്തിലുള്ള സ്ഥിതി ഇപ്രകാരമാണ്. ഈ സ്ഥിതിയെ പ്രാപിച്ചിട്ട് പിന്നെ ഒരാളും മോഹിക്കുന്നില്ല. മരണകാലത്തിൽ കൂടി അന്ത്യകാലത്തിൽ പോലും മരണകാലത്തിൽ പോലും ഈ ബ്രഹ്മനിഷ്ഠയെ പ്രാപിച്ചാൽ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കും എന്ന് സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മനിർവാണം പ്രാപിക്കുന്ന, ബ്രാഹ്മ്യസ്ഥിതി ഉണ്ടാക്കുന്ന ഈ യോഗമാണ് മോഹം വേണ്ടെങ്കിൽ പഠിക്കേണ്ടത്. വേറെ എന്തിനു പോയാലും മോഹം ഉണ്ടാവും, മോഹം തിരിച്ചു വരികയും ചെയ്യും. ന കർമ്മണ ന പ്രജയ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശി എന്ന് ശ്രുതി പറഞ്ഞിട്ടുമുണ്ട്. ഹിംസയിലൂടെ ഒരിക്കലും ശാന്തി വരില്ല എന്ന് ശ്രുതി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടുതൽ കൂടുതൽ മോഹത്തെ പ്രാപിപ്പിക്കും. അതുകൊണ്ട് യുദ്ധമോ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോട്ടമോ രണ്ടും ശാന്തിയല്ല. ജ്ഞാനം മാത്രം
ശാന്തിയാണ്. ഇതാണ് ഗീതയുടെ ചരമ ലക്ഷ്യം. നല്ലപോലെ ശ്രദ്ധിച്ച് കേട്ടിട്ട് പോണം. അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുവാൻ തന്നെ ഇറങ്ങിപ്പുറപ്പെട്ട പണ്ഡിതന്മാർ, അർജുനനെ ഒളിച്ചോടിപ്പിക്കുവാൻ പോകുന്ന പണ്ഡിതന്മാർ, ഇവരൊക്കെ മത്സരിക്കുന്ന ലോകത്ത് ശാസ്ത്രമല്ല നമ്മൾ പഠിക്കുക. പഴയതുപോലെ ഇത് ഒതുങ്ങി നിന്ന് പഠിച്ച് പോരുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിങ്ങളൊക്കെ പഠിച്ചതുകൊണ്ടാകാം നിങ്ങൾ ഈ പഠിച്ചിട്ട് കേട്ടിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ പുറത്തുപോയി അതിൻ്റെ ഇടയിൽ നിന്ന് വല്ലതൊക്കെ വിളിച്ചു പറയുന്നത് കൊണ്ടാകാം പത്രങ്ങളും ഇപ്പോൾ ഈ ക്ലാസ്സുകളെയൊക്കെ, പ്രത്യേകിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളെയൊക്കെ അതിൻ്റെ വാദമുഖങ്ങൾ മുഴുവനും നോക്കാതെ വിമർശിച്ചെഴുതി തുടങ്ങിക്കഴിഞ്ഞു. സ്വാധ്യായം എന്ന പേരിൽ പല ആചാര്യന്മാരും പത്രത്തിലൊക്കെ മിഷനിലെ ഈ ക്ലാസ്സിനെ അവലംബിച്ച് തന്നെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവയൊക്കെ ചർച്ച ചെയ്യുന്ന വേളകളിലൊക്കെ പോയി പെടുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചു വേണം പെടാൻ. ഒറ്റ വാക്കിൽ പറയാവുന്നതല്ല യുദ്ധം അരുതെന്നോ യുദ്ധമാവാമെന്നോ ഉള്ളത്. മനസ്സിലായില്ല? ഇതൊക്കെ കരുതി വേണം ശാന്തി ആഗ്രഹിക്കുന്നെങ്കിൽ പഠിക്കാൻ. ഭഗവാന്റെ വചനമാണിത്. ഞാനീ പറഞ്ഞ ബ്രാഹ്മീ സ്ഥിതി ഇതാണ്. ഇതുവരെ പറഞ്ഞതാണ് ബ്രാഹ്മീ സ്ഥിതി. ഇതിനെ പ്രാപിച്ചിട്ടുള്ളവൻ ഇനി മോഹിക്കില്ല. ഇതിനെ പ്രാപിച്ചാൽ ബ്രഹ്മനിർവാണം ഉണ്ടാവും. ശാന്തി ലക്ഷ്യമാണെങ്കിൽ അർജുന ഇത് പഠിച്ചാൽ മതി. രാജ്യം ലക്ഷ്യമാണെങ്കിൽ ഇത് പഠിക്കരുത്. രാജ്യവും ധാന്യവും ധനവും എല്ലാം സത്യമാണെങ്കിൽ ബ്രഹ്മനിർവാണത്തിനൊരുങ്ങരുത്, യുദ്ധത്തിനൊരുങ്ങുകയും ചെയ്യണം. മനസ്സിലായി എന്ന് കരുതുന്നു, ക്ലിയറായി എന്ന് കരുതുന്നു. ശാന്തി, രാജ്യം, ധനം, ധാന്യം, ദാരങ്ങൾ, പുത്രന്മാർ ഇവയിൽ നിന്നെല്ലാം വളരെ ദൂരെയാണ്. അവയുള്ളതുകൊണ്ട് അവയില്ലാത്തതുകൊണ്ട് രണ്ടുമല്ല ശാന്തി. മനസ്സിലായി? മനസ്സിലായി? ഈ ഒരു മഹാസത്യം ദാർശനികമാണ്.